നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹിമാചലിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3500-ൽ പരം വാർഡുകളിൽ 2600-ൽ പരം വാർഡുകളിലും കോൺഗ്രസ് പിന്തുണയോടുകൂടിയുള്ളവർ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവരെല്ലാം ജയിച്ചു വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, പേപ്പർ ബാലറ്റ് സംവിധാനം കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപൃതമാക്കുമ്പോൾ അവിടെയൊന്നും BJPക്ക് പച്ച തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, തെലങ്കാനയിലും സമാനമായിട്ടുള്ള രാഷ്ട്രീയഗതി തന്നെയാണ് സംഭവിച്ചത്. അതായത് പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ ഈ രാജ്യത്ത് കൊണ്ടുവന്നാൽ ഉത്തരേന്ത്യൻ മേഖലയിൽ പോലും BJPക്ക് ഒരു രീതിയിലും ക്ലച്ച് പിടിക്കാൻ കഴിയാത്ത രീതിയാണ് എന്നുള്ളത് തെളിയിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഹിമാചൽ പ്രദേശ് ഉത്തരേന്ത്യൻ മേഖലയിലുള്ളതാണ്. ഉത്തരാഖണ്ഡും അതുപോലെ ഹിമാചൽ പ്രദേശുമൊക്കെ കൃത്യമായും കോൺഗ്രസിന് വേറുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ ദേവസ്ഥാനവും വർഗീയതയും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ അവിടെ ഇപ്പോഴും പുഷ്കർ സിംഗ് ധാമി ഇരിപ്പ് ഉറപ്പിച്ചിരിക്കുമ്പോൾ അത് തൂത്തു തുടച്ചു കളയാൻ അവിടുത്തെ ജനങ്ങൾ വിചാരിച്ചാൽ കഴിയും എന്ന കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം കൂടി വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. അതായത് ഹിമാചലിൽ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2027-ൽ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഗുജറാത്തിൽ കോൺഗ്രസ് വെണ്ണീറായി എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച BJPയും BJPയുടെ B ടീമായ ആം ആദ്മിയും ഹിമാചലിൽ മാത്രം BJP അടിതെറ്റിയപ്പോൾ ആകെ ഒന്ന് അമ്പരന്നു. ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് പ്രാധാന്യമേറിയതാണ്. കാരണം ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്താൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഭേദഗതികളിൽ ഒക്കെ നിർണായകമായ നീക്കം നടത്താൻ കഴിയുമെന്ന് ഏറെ നന്നായി അറിയുന്ന ഒരാളാണ്, ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ സുഖ്വീന്ദർ സിംഗ് സുഖുവിൻ്റെ നേതൃത്വത്തിലുള്ള ഹിമാചലിലെ കോൺഗ്രസ് ഭരണത്തിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ധൈര്യമായി നയിച്ചോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടെയുണ്ട് എന്ന് അടിവരയിട്ട് പറയുന്ന സാഹചര്യം. അതുപോലെ തന്നെയാണ് പഞ്ചാബിലെ ഏതാനും ചില മേഖലകളിൽ കോൺഗ്രസ് ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കുന്ന കാഴ്ച ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിലുള്ള ലീഡ് നിലയിൽ നോക്കുമ്പോൾ ആം ആദ്മിക്ക് മുൻതൂക്കമുണ്ട് എങ്കിൽ പോലും കോൺഗ്രസ് ഒരു രീതിയിലും പിടിവിടുന്നില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തിയുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് തന്നെ ധാരാളം. അക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13-ൽ 6 സീറ്റുകളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു, വിജയിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് ചെറിയൊരു സന്ദേശമൊന്നുമല്ല കൊടുക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലൊരു എഫക്റ്റ് ഉണ്ടായാൽ പഞ്ചാബിൽ ഒരുപക്ഷെ തൂക്കുസഭ ഉണ്ടാകാനും സാധ്യതയേറുകയാണ്. രാഘവ് ചന്ദയെ പോലുള്ള ആം ആദ്മി നേതാക്കളൊക്കെ BJPയിലേക്ക് ചേക്കേറുന്നത് അവർക്കിടയിലുള്ള അന്തർധാര എത്രത്തോളം സജീവമാണ് എന്നുള്ളതിൻ്റെ നേർരേഖയായി തന്നെയാണ് അവിടെ കൃത്യമായി ചരൺജിത് സിംഗ് ചന്നിയും അതുപോലെ തന്നെ നവ്ജോത് സിംഗ് സിദ്ധുവും ഒക്കെ പറയുന്നത്.